ഇങ്ങനെ പരിപാടി? ഇന്നലെ വൈകുന്നേരം വെച്ച പറിച്ചു നട്ട ചീരയാണ്. പച്ച ചീരയും ചുമലച്ചീരയും ഇന്നലെ പറിച്ചു കിട്ടാണ്. ഇന്നിപ്പോ ഈ പച്ചമുളക് പറിച്ച് നടാനായിട്ട് ഇരിക്കുക. അത് കാന്താരി ഇന്നിപ്പം നടാൻ പോവാണ്. അതിന് ഗ്രോ ബാഗ് നന്നാക്കാൻ പോവാ. ഇഞ്ചി നമുക്ക് വിളവെടുക്കാറായി. അത് വിത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഇഞ്ചി വിത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇഞ്ചി സെറ്റായി. ഇത്ര വളർന്നല്ലേ? കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വെച്ച ചീരയാണ്. ചീരകളെല്ലാം നല്ലതായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. സെറ്റപ്പ് ഇത് വേണം. തക്കാളി വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കരിയില കമ്പോസ്റ്റില്ലേ, 2 മാസമേ ഉള്ളൂ. 2 മാസം മുന്നേ സെറ്റപ്പ് ചെയ്ത്. കുറച്ച് കരിയില വേണമായിരുന്നു, അതുകൊണ്ട് അത് എടുത്ത് 3 മാസം എടുത്താലേ ഉള്ളൂ. അതെടുത്ത് ഗ്രോ ബാഗ് നിറയ്ക്കുക. ഇപ്പോൾ ഒരു 2 മാസമായതാണ്. ഇത് ഗ്രോ ബാഗ് നിറച്ചിട്ട് മണ്ണിടും. മണ്ണല്ല, ഇതിന് മുമ്പ് ഇട്ടിരിക്കുന്ന കരിയില കമ്പോസ്റ്റ് ഇട്ട മണ്ണുണ്ട്, അത് വെച്ച് കഴുകി വെക്കും. രാത്രി ഇതെന്നാ നടാനാ? അപ്പൊ എന്നാ നടാനാ ഇത്? നമുക്ക് എന്നാ മാതളനാരൻ നടാനായിട്ട് ഇതിനകത്ത് ഇനി മണ്ണ് കഴിഞ്ഞ ദിവസം മേടിച്ചതാ. അത് നമ്മളവിടെ കമ്പോസ്റ്റ് വെച്ചതേ 2 മാസമേ ഉള്ളൂ. 1 മാസം കൂടി ആകുമ്പം ഇത് ശരിക്കും പൊടിയാവും. ഇനി 3 മാസം കഴിഞ്ഞ് 4 മാസമായതാണ്. ഇവിടെ ഇതുണ്ടായി കിടക്കുന്നുണ്ടോ? ഇതാണ് 4 മാസമായ കമ്പോസ്റ്റ് ആയത്. ഇത് അത് മണ്ണ് പോലെയായി. മണ്ണും ചൈരിയൊക്കെ ഇട്ടപ്പം ചപ്പൊന്നും ഇല്ലാതെ എല്ലാം അഴിയിച്ച് ചേർന്ന് ഇവിടെയായിരുന്നു ഉണ്ടാക്കിയത്. ഇനി ഇവിടെ ഇത് കുറച്ച് വാരി ഇട്ടിട്ട് മുളക് വെക്കാനായിട്ട് പോവുക. കാന്താരി മുളക് വെക്കാനായിട്ട് അവത്തിന്ന് കുറെ കരിയിലെല്ലാം വാരിയിട്ട് ഒരു ബെഡ് ഉണ്ടാക്കി അവത്തെ ഇത് നടാൻ പോവുക. പിന്നെ നമ്മൾ അതിന് മുമ്പ് 4 മാസം മുമ്പ് ഇട്ട ഇത് കാണിക്കണം. നാല് മാസം മുമ്പുണ്ടാക്കിയ ഇതാണ്. ഇപ്പൊ ഇത് ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കും. സെറ്റായി. ഇതിനകത്ത് ഗ്രോ ബാഗിനകത്ത് വെക്കും. അത് ഇവിടെ ഉണ്ടാക്കിയത്. ഇനി അടുത്ത ഈ ചപ്പെല്ലാം ഇട്ട് ചാണകം ഇട്ട് ഉണ്ടാക്കാൻ പോവാ. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാ. ഇത് 4 മാസം മുമ്പ് ഉണ്ടാക്കിയ കരിയില കമ്പോസ്റ്റ് ആണ്. അതിപ്പോ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കും. മറ്റേ അവിടെ കിടക്കുന്ന 2 മാസം ആയതേ ഉള്ളൂ. അത് കുറച്ചുകൂടി ആവുണ്ട്. അപ്പൊ ഇത്രയാണ്. ഇനി കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇന്നത്തെ പരിപാടി നമ്മള് മുളക് വെക്കാൻ പോവാണ്. ഈ മുളക് നിലത്താണോ വെക്കുന്നത്? ഒത്തിരി ചട്ടി അധികം ഇല്ലല്ലോ, ചട്ടി തീർന്നു. അല്ല, ചട്ടി നിലത്ത് എന്ത് ചട്ടി വെക്കുന്നതുകൊണ്ട് ഉദ്ദേശം നിലത്ത് വെച്ചാൽ പോരെ? നിലത്ത് വെച്ചാൽ മതി. ചട്ടിയാകുമ്പം വളമെല്ലാം അവിടെ തന്നെ കിടന്നോളൂല്ലോ ചട്ടിക്ക് മതി. ചട്ടി വെക്കാൻ മറ്റ് അസുഖങ്ങളെ, മണ്ണിൽ നിന്നുള്ള അസുഖങ്ങളെ ഒഴിവാകും. ഇത് പച്ചില കമ്പോസ്റ്റ് അല്ല, കരിയില കമ്പോസ്റ്റ് കിടന്ന കുഴിയായത്. ആ കരിയില കമ്പോസ്റ്റ് മാറ്റി വേറെ ഇത് വെച്ച് അപ്പോൾ അവിടെ നമ്മളിത് വെക്കുക. ഇവിടെ വെക്കണോ? അവിടെ വെച്ചിട്ട്
അതിങ്ങ് എങ്ങനെയാ കൈ ഇട്ടിട്ട് എടുത്തു? അല്ല ആ കോൺ അതിങ്ങനെ ഉരുളിക്കും. ഇവിടെ വെക്കുന്നുണ്ടോ? ആ പിന്നെ കൂടെ വെക്ക ഒത്തിരി ഉണ്ടല്ലോ. പിന്നെ മുളക് സെറ്റാക്കിയല്ലേ? ഓക്കെ ശരി എന്നാ.